നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വിഷയം ആത്മീയതയിൽ താഴ്ച നിൽക്കുന്ന വിളകളെ ആക്രമിക്കുന്ന ചില രോഗങ്ങളും അവയുടെ പ്രതിവിധികളും എന്ന വിഷയമാണ്. വചനവിരുദ്ധ ഉപദേശം നൽകിയും അത്ഭുതങ്ങൾ കാട്ടിയും തെറ്റുകളെ നിസാരവൽക്കരിച്ചും ദൈവവചനത്തെ കെട്ടുകഥകളാക്കിയുമാണ് ഈ കീടാണുക്കൾ ആത്മീയ വിളകളിലും അതുവഴി സഭയാം തോട്ടത്തിലും കയറുക. ഈ കീടാണു ഉള്ളിൽ പ്രവേശിച്ചാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം. ആത്മീയ വിഷയത്തിൽ ഉറപ്പോടും വിശുദ്ധിയോടും കൃപയോടും നിൽക്കുന്ന വിളകളെയാണ് ഈ കീടാണുക്കൾ പ്രധാനമായി ആക്രമിക്കാൻ ശ്രമിക്കുക. അസൂയ, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, നിഗളഭാവം, ഭിന്നിപ്പ്, മോഷണം, ദ്രവ്യാഗ്രഹം, കോപം, ഉന്നതഭാവം, ഹൃദയകാഠിന്യം എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. സഭാപരിപാലകൻ ഈ ലക്ഷണങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും തുടർമിതമായി ചികിത്സ ഉറപ്പാക്കുകയും വേണം. ഈ കീടാണു ഉള്ളിൽ പ്രവേശിച്ചാൽ ദൈവിക വിഷയങ്ങളിൽ സഭാവിരക്തി അനുഭവപ്പെടുന്നു. മറ്റ് ആത്മീയ വിളകളിലും ഈ രോഗം പകർത്തുവാൻ സാധ്യതയുള്ളതിനാൽ സ്നേഹത്തിൽ ഈ രോഗിയെ ചികിത്സിക്കാൻ ശ്രമിക്കുക. പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ പ്രാർത്ഥനയാകുന്ന ജൈവ കീടനാശിനി ദൈവവചനത്തിൽ സത്യോപദേശത്തിൽ ചേർത്ത് പരിജ്ഞാനത്തിൽ ലയിപ്പിച്ച് തളിക്കുക. വ്യാജ ദർശനം, ആരാധനയോട് തോന്നുന്ന ദേഷ്യം, സഹവിശ്വാസിയെ മുറിവേൽപ്പിച്ച് ഉപദേശിക്കൽ, കൂട്ടുവിശ്വാസികളുടെ തെറ്റുകൾ പറഞ്ഞു നടക്കുക, തന്നെത്താൻ ഉയർത്തുക, തെറ്റിന് സ്തുതി പാടുക, കള്ളപ്രവചനം, തനിക്ക് മാത്രം ഭക്തിയെന്ന് അനുഭവപ്പെടുക, കുത്തിത്തിരിപ്പ്, ഇഷ്ടമില്ലാത്ത വിശ്വാസികളെ സഭയിൽ നിന്ന് അകറ്റുക, സഹവിശ്വാസികൾ യോഗ്യതക്കുറവ് കാണുക, ദൈവദാസന്മാരെ അപമാനിക്കുക, അധികാരഭ്രമം, ആരാധിക്കുന്നവരോട് ദേഷ്യം തോന്നുക, ഇവയൊക്കെ രോഗാവസ്ഥ സങ്കീർണമായതിൻ്റെ ലക്ഷണങ്ങളാണ്. രോഗാവസ്ഥ കഠിനമായതിനാൽ മിതമായ ചികിത്സാ രീതികളും ആവശ്യമാണ്. ദൈവത്തിന് മുഖപക്ഷം ഇല്ലാത്തതിനാലും രോഗിയുടെ സാമ്പത്തിക ഭദ്രതയും സാമൂഹിക പദവി, സ്ഥാനം ഒന്നും ചികിത്സയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനോ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതിനോ കാരണമല്ല. കീടനാശിനി തയ്യാറാക്കുന്ന കൂട്ടുകൾ നിർബന്ധമായും നിർമ്മലവും ശുദ്ധവും തിന്മ കലരാത്തതും സ്വാർത്ഥതയറ്റതുമായിരിക്കണം. അടിസ്ഥാന ഉപദേശം മാർക്ക് ചെയ്യപ്പെട്ട ദൈവദാസന്മാരുടെ മാർഗനിർദ്ദേശം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ശുദ്ധവും നിർമ്മലവുമായ പ്രാർത്ഥന, ഉപവാസം, പരിശുദ്ധാത്മ നിറവ് എന്നീ ഉന്നത നിലവാരമുള്ള ഗുണമേന്മയും പുലർത്തുന്ന മിശ്രിതം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രതിരോധ മിശ്രിതം തയ്യാറാക്കുന്ന വിധം: പ്രാർത്ഥന എന്ന സസ്യത്തിൽ നിന്ന് നിർമ്മിച്ചെടുത്ത പ്രകൃതിദത്തവും യാതൊരുവിധ കലർപ്പും കലരാത്ത വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ എണ്ണ എടുക്കുക. 200 ml ദൈവസ്നേഹത്തിൽ 100 ml വചന കേൾവി ചേർക്കുക. നന്നായി ലയിപ്പിക്കുക. തുടർന്ന് 50 ഗ്രാം വീതം നല്ല മനസ്സാക്ഷി, നീതി, സമാധാനം, സൽപ്രവൃത്തി, കരുണ, ത്യാഗം, സുബോധം എന്നിവ ഓരോന്നായി ചേർക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്നേഹം ട്രേഡ് മാർക്കുള്ള പാത്രം മാത്രം ഉപയോഗിക്കുക. മിശ്രിതം നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ നിത്യതയെക്കുറിച്ച് ഉള്ള അലിവ് ചേർക്കുക. നമ്മുടെ ലായനി തയ്യാറായി. പ്രാർത്ഥന, ദൈവവചന വായന എന്നീ സമർപ്പണവും കൃപയുമുള്ള പാത്രത്തിൽ മിശ്രിതം സൂക്ഷിക്കുക. 1 ലിറ്റർ അഭിഷേകത്തിൽ ഈ മിശ്രിതം 10 ml വീതം കൂട്ടി യോജിപ്പിച്ച് കീടനാശിനി ബാധിച്ചതും ബാധിക്കാൻ സാധ്യതയുള്ള വിളകളിൽ പകർന്നു നൽകണം. ഭയമല്ല, ജാഗ്രതയാണ് ആവശ്യം. ക്രിസ്തുയേശുവിൽ നമുക്ക് കൂടുതൽ ഫലം കായ്ക്കാം. മറ്റുള്ളവരിലും ക്രിസ്തുവിൻ്റെ സൗരഭവാസന പകർത്താം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അക്ഷ സാജൻ.